പലർക്കും സംശയങ്ങളുണ്ട്. എന്താണ് ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾക്ക് കാരണം? അതൊരു ക്ഷേത്ര നഗരിയാണ് എന്നുള്ളതിനപ്പുറത്ത് ഈ പറയുന്നത് പോലെ മൃതദേഹങ്ങൾ പലയിടത്ത് കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളിയൊക്കെ പറഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ എന്തെങ്കിലും നിഗൂഢതകൾ പൂർണ്ണമായിട്ടുണ്ടോ? പൂർണ്ണമെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അത്ര ഗ്യാരണ്ടി ഉള്ളതും കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന് ഇറങ്ങിയത്. ഇത് ഞാൻ കൊച്ചുനാളെ ഉള്ളപ്പം തുടങ്ങി എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പത്മലത്ത എൻ്റെ കുടുംബത്തെ ഒരു കൊച്ചത്. ആ കൊച്ചിന് അന്ന് തുടങ്ങി ഞാനും ഒരു മനസ്സ് വെച്ചേക്കുമായിരുന്നു, ഇത്ര ഭീകരതയാണ് ഇവരെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളോരോ ഘട്ടഘട്ടമായിട്ട് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി ഓരോന്ന് മനസ്സിലാക്കി അതിൻ്റെ ആക്ച്വലി കറക്റ്റ് അത്രയും ശരിയായ റിപ്പോർട്ടുള്ളതും കൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങിയേക്കുന്നത്. നമ്മൾ ഇന്ന് വരെ ഈ ഒരു ഘട്ടത്തിൽ ഒരു അമ്പലത്തിൻ്റെ തേജോവധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരായിട്ടൊന്നും കാര്യം പറയാൻ പോയില്ല. മഞ്ജുനാഥ സ്വാമി അണ്ണപ്പ സ്വാമി 100% ഉള്ളതും കൊണ്ട് ഞങ്ങൾ ഇന്നുള്ളത്. അവർ തന്നെ ഞങ്ങൾ പറയും, ഞങ്ങളെ ഇറക്കിയേക്കുന്ന അവർ തന്നെയാണ്. ഇതിങ്ങനെ നീണ്ടുപോയാൽ പറ്റിയല്ല, ഇതിന് അന്ത്യമാവണം. അതുകൊണ്ട് അവരാണ് നമ്മളെ ഇറക്കിയേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നും നിങ്ങൾ ഈ ക്ഷേത്രത്തിനെതിരെ നടത്തുന്ന നീക്കമാണെന്നുള്ളൊരു പ്രചാരണമുണ്ട്, ശരിയാണോ? കമ്മ്യൂണിസ്റ്റ് ഒന്നും ഞാൻ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി എന്നിട്ട് കൊടി പിടിക്കുന്നതോ അവരുടെ ജയ് വിളിക്കുന്നതോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ എൻ്റെ ജോലി എന്താ പറഞ്ഞാൽ അഴിമതി. ഞാൻ 2016 തുടങ്ങിയിട്ട് അഴിമതിൻ്റെ എതിരായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഒരു 10 IPS, 10 IAS, ഒരു IPS, ഒരു മന്ത്രി, ഇന്ധന മന്ത്രി മണ്ഡലം ഞാൻ കേസ് ചെയ്തത് 2018 ചെയ്തവനാണ്. നമുക്കെന്ന് പറഞ്ഞാൽ അഴിമതി പറഞ്ഞ് കണ്ടാവുകയല്ല, കൈക്കൂലി എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടാൽ പറ്റിയല്ല. ജോലി ചെയ്ത് നിങ്ങൾ ജീവിച്ചു, ഞാൻ അത്ര ഉള്ളു. കാനൂൻ ചൗക്കട്ടെ അല്ലാതെ ഇന്ന് വരെ ആ കാനൂനിൻ്റെ വ്യാപ്തി വിട്ടിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാനതുപോലെ അതുകൊണ്ട് എന്നെ അങ്ങനെ പറയുന്ന പറഞ്ഞാൽ എനിക്കറിയാലോ എന്തിനു പറയുന്നത്. ഇങ്ങനെ നമ്മളങ്ങനെ എടുക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഒരു ടീം തന്നെയുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ ഫൈറ്റിങ്ങിന് സൈഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ സൈഡ് പോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഇനിയൊരു രീതി ഇനിയൊരു രൂപം ഇവരുടെ കാണിക്കുന്ന ഒരു ടീം തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കാനായിട്ട് സാറേ, അങ്ങനെ ഇവർക്കില്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്കില്ല, ഇല്ലെങ്കിൽ യൂട്യൂബുകളില്ല, മീഡിയ ഇല്ല, ഇതിനെല്ലാം എന്തിനാണ് സൈഡാക്കുന്നത് സാറേ? ഇവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ നേരിട്ട് വന്ന് തെറ്റ് ചെയ്യുന്നത് പറയണം അല്ലേ? ഞങ്ങളിപ്പോൾ നേരിട്ട് ഞാൻ എത്രയോ വേദിക്കേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1000 അല്ല 2000 അല്ല കൊച്ചുങ്ങളെ ഇവിടെ ഇട്ടെന്ന്. ഇന്നിപ്പോൾ അത് സത്യം വരുന്നത് 1.5 വർഷം ബാക്ക് ഞാൻ പറഞ്ഞതാണ്. ഒരു കൊച്ചിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സഭയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ അതെടുത്തിട്ട് കാണിച്ചുകൊണ്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇന്ന് ഞാൻ പൊട്ടത്തരാന്ന് പറഞ്ഞത്, ഇന്നത് സത്യമായിക്കൊണ്ടില്ലയോ? മഹേശ്വരനും കള്ളമൊന്നും പറഞ്ഞില്ല. സത്യാസത്യ ഘടന ഇവിടെ നടക്കുന്നത് സത്യത്തിന് 100% സത്യം തന്നെയാണ്. ഇതിലിപ്പം ഒരു 17 വയസ്സുകാരിയുടെ മരണം ഈ പറയുന്ന ധർമ്മസ്ഥലയിലെ ഗ്രാമത്തിലുണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ ആ കേസിൽ തെളിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ് സാർ? തെളിവില്ലാതെ പോയതല്ല സാർ, തെളിവുണ്ടായിരുന്നു. തെളിവ് നശിപ്പിച്ച ഇവിടുത്തെ പോലീസ് ഓഫീസറെല്ലാം കൂടിയിട്ട് അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കും അത്രയും പ്രഷറുണ്ട്. ആർക്കാ? ഈ അവിടെ വരുന്ന പോലീസ് ഓഫീസർ ഈ ധർമ്മസ്ഥല ഗ്രാമത്തുള്ള ഈ വലിയ പുള്ളി എന്ന് പറയില്ലേ, പ്രഭാവി, ആ വലിയ പുള്ളിക്ക് പോയി നമസ്കാരം അടിച്ചെങ്കിലേ പുള്ളിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ അവിടെ പുള്ളിക്കും ജോലി ചെയ്യാൻ പറ്റിയല്ല. പുള്ളിക്കും അത്രയും പ്രഷറും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഇൻഡയറക്റ്റ് എന്തോ കൊടുത്താൽ അത് നമുക്കറിയാമല്ലോ, അത് ഇല്ലാത്ത കാര്യം പറയരുതല്ലോ. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ കൊച്ച് സ്കൂൾ വിട്ടടന്ന് ഒരു നോയമ്പായിരുന്നു. നോയമ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ പുത്തരിയായിരുന്നു. വൈകുന്നേരം പുത്തരിയായത് കൊണ്ട് കൊച്ച് വെളുപ്പിനെ പോയി 4 മണിയായപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബസ് ഇറങ്ങി വന്നു. അതിൽ 4 മണി 3 മണിക്ക് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞെന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. ട്യൂഷൻ ഇല്ലില്ല വീട്ടിൽ പുത്തരിയാന്ന് പറഞ്ഞ്. ആ കൊച്ച് പിന്നെ ഒരു ഭയങ്കര ദൈവത്തെയാണ്. അവിടെ അമ്പലമുണ്ട്, അവിടെ നല്ലൊരു ദേവീക്ഷേത്രമുണ്ട്, ഭയങ്കര ദൈവഭക്തിയാണ് പുള്ളിക്ക് ആ കൊച്ച്. അവിടെ നിന്ന് ആ കൊച്ച് 4 മണിക്ക് ആ നേത്രാവട്ടി ഇറങ്ങിയിട്ട് നടന്നിട്ട് 1.5 കിലോമീറ്റർ നടന്നു പോയപ്പം കാറിനകത്താണ് വിളിച്ചുകൊണ്ട് പോയത്. ഇത് കണ്ടവരുമുണ്ട് സാറേ. അന്നേരം സത്യം പറയാൻ പറ്റിയില്ല. അന്നേരം അത് കഴിഞ്ഞിപ്പോൾ ഈ ഇതെല്ലാം കഴിയപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളും കണ്ടേ ആ കൊച്ചിനെ കൊണ്ടുവന്ന്. ഇന്നും ജീവന്തം സാക്ഷ്യമുണ്ട് എന്നെ കൊണ്ടുപോയെന്ന് പറയാനായിട്ട്. ആ പറഞ്ഞാൽ അവൻ ബാക്കിയാകുകയില്ല. ഈ കൊച്ചിൻ്റെ പേരിൽ തന്നെ ഇപ്പം ആ കൊച്ചിനെ കൊണ്ടുപോയി മർഡർ ചെയ്ത കാര്യം എല്ലാം അറിയുന്നവരെ 3-4 പേരെ കൊന്നു. ഒന്ന് തൂക്കിക്കൊന്നു, ഒന്ന് സ്ലോ പോയ്സ് മെഡിസിനിൽ കൊന്നു, ഒന്ന് ആക്സിഡൻറ്റിനൊക്കെ. ഇതേപോലെയാണ് ഇവർ കൊല്ലുന്നത്.